എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭജഗോവിന്ദം 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 ഗോവിന്ദം ഭജമൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഖി നഖി രക്ഷതേ രോഗിം കരണേ. ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജമൂഢമതേ. ഭജഗോവിന്ദത്തിലെ ശ്ലോകം 16. അഗ്രേ വന്നി പൃഷ്ഠേ ഭാനോ രാത്രോ ചുബുക സമർപ്പിതജാനോ കരതലപേക്ഷിത സരുതലവാസഃ തദപിന മുഞ്ചത്യാശാപാശഃ. ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജമൂഢമതേ. അഗ്രേ വന്നി മുന്നിൽ തീ, പൃഷ്ഠേ ഭാനുഃ പിന്നിൽ സൂര്യൻ, രാത്രോ രാത്രിയിൽ, ചുബുക സമർപ്പിത ജാനുഃ താടി കാൽമുട്ടിൽ വെച്ചുകൊണ്ടാണിരിപ്പ്, കരതലഭിക്ഷക സ്വന്തം കൈക്കുമ്പിളിൽ ഭിക്ഷ സ്വീകരിക്കുന്നു, തരുതലവാസഃ മരച്ചോട്ടിലാണ് വാസം, തദപി എന്നിട്ടും, ആശാപാശ ന മുഞ്ചതി ആശാപാശം അവനെ വിടുന്നില്ല. സ്വന്തം ആഗ്രഹങ്ങളെ കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു ഗൃഹസ്ഥന്റെ പരിതാപകരമായ ചിത്രം കഴിഞ്ഞ ശ്ലോകത്തിൽ നാം കണ്ടു. അത്തരം ജീവിതത്തിൻ്റെ അപഹാസ്യതയെ വിചാരശീലന്മാർക്ക് തുറന്നു കാട്ടിക്കൊടുക്കുന്നതായും ഇവിടെ കണ്ടു. ഇത്തരം ആന്തരപീഡയിൽ നിന്ന് സന്യാസികൾ വിമുക്തരാണെന്ന് കരുതാമോ? വയ്യ. ആഗ്രഹങ്ങൾ കൊണ്ടുള്ള പൊറുതികേട് സാർവത്രികമാണ്. പ്രകൃതി സ്വഭാവം തന്നെയാണത്. മറ്റു ശാസ്ത്രീയ നിയമങ്ങൾ പോലെ തന്നെ എല്ലാവർക്കും ബാധകം. ആഗ്രഹങ്ങളുടെ ദൂഷ്യങ്ങൾ ആരെയും വെറുതെ വിടില്ല. ഈ ആശയം വെളിപ്പെടുത്താനായി ഇവിടെ ഒരു സാധുവിൻ്റെ ചിത്രം വരച്ചു കാട്ടുന്നു. ജീവിതത്തിലെ സുഖ സൗകര്യങ്ങളൊക്കെ വലിച്ചെറിഞ്ഞിട്ടുണ്ടാവും. അത്യാവശ്യ വസ്തുക്കൾ പോലും കൈവശം കരുതുന്നുണ്ടാവില്ല. ഉണ്ണാനും ഉടുക്കാനും ഉറങ്ങാനും വേണ്ട ഏർപ്പാടുകൾ പോലും ചെയ്യുന്നുണ്ടാവില്ല. തണുപ്പുകാലത്താണെങ്കിൽ രാവിലെ തീയോ വെയിലോ കാഞ്ഞ് കുളിർ മാറ്റുന്നു. തീ കായുമ്പോൾ തീ മുമ്പിലും, അഗ്രേ വന്യഹി വെയിൽ കായുമ്പോൾ സൂര്യൻ പിമ്പിലും, പൃഷ്ഠേ ഭാനുഃ ആണ് സാധാരണ പതിവ്. തീയോ വെയിലോ കിട്ടാത്തപ്പോൾ രാത്രികാലങ്ങളിൽ തണുപ്പ് അകറ്റാൻ ഒരു വഴിയുണ്ട്. താടി കാൽമുട്ടുകളോട് ചേർത്ത് പിടിച്ച് അമർന്നിരിക്കുക. രാത്രോ ചുബുക സമർപ്പിതജാനുഃ തൻ്റേതായി ഒന്നും തന്നെ ഭിക്ഷാപാത്രം പോലും കൊണ്ടു നടക്കുന്നുണ്ടാവില്ല. സ്വന്തം കയ്യിലായിരിക്കും ഭിക്ഷ വാങ്ങിക്കഴിക്കുന്നത്. കരതല ഭിക്ഷക വഴിവക്കിലെ വല്ല മരച്ചോട്ടിലും കയറി കിടന്നായിരിക്കും ക്ഷീണം മാറ്റുക. തരുതലവാസഃ ഇങ്ങനെ ജീവിതത്തിൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും ത്യജിച്ചാൽ ഒരു യഥാർത്ഥ സന്യാസി തന്നെയായിരിക്കുമെന്നാണ് നാം കരുതുക. കാഴ്ചയിൽ അങ്ങനെ തോന്നിയാലും യാഥാർത്ഥ്യം മറിച്ചായിരിക്കുമെന്ന് ഈ ശ്ലോകം മുന്നറിയിപ്പ് നൽകുന്നു. കാരണം ആശാപാശം അയാളെ വിടുന്നില്ല. തദപിന മുഞ്ചത്യാശാപാശഃ ഇതൊരു ജീവിത യാഥാർത്ഥ്യമാണ്. അതിനു നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് കപട സന്യാസിമാരെ ഈ ശ്ലോകം പരിഹസിച്ച് വിമർശിക്കുന്നു. താപസവൃത്തിയും വേഷവിധാനവും കാഴ്ചയിൽ എത്ര ഗംഭീരമെന്ന് തോന്നിയാലും അതുകൊണ്ട് മാത്രം എല്ലാം മായെന്ന് ധരിച്ചു പോവരുത്. ലോകത്തിലെ വിഷയവസ്തുക്കളെ ത്യജിക്കുക എന്നതല്ല ശരിയായ സന്യാസം. അവയുടെ നേരെ നമുക്കുള്ള ആഗ്രഹങ്ങൾ വെടിയുക, അതാണ് യഥാർത്ഥ ത്യാഗം. ഉള്ളിലെ ആഗ്രഹങ്ങളുടെ ഉറവ് എങ്ങനെ വറ്റിക്കാം? തൃഷ്ണാസങ്കല്പങ്ങളെ ശുഷ്കമാക്കി കളയുക തന്നെ. അതിന് ഇന്ദ്രിയ തലങ്ങളിലെ സംയമനം ഒരു ഉപായം തന്നെയെന്നതിൽ സംശയമില്ല. പക്ഷേ അത് ഇന്ദ്രിയ നിഗ്രഹം അല്ല ലക്ഷ്യം. തൃഷ്ണാത്യാഗം, വിഷയവസ്തുക്കൾ ഭുജിക്കണമെന്നുള്ള ഇച്ഛയെപ്പോലും സമ്പൂർണമായി വെടിയുക, അതത്രേ ലക്ഷ്യം. അനിത്യങ്ങളായ ബാഹ്യവിഷയങ്ങളിലൂടെ കിട്ടിയേക്കാവുന്ന സുഖങ്ങളുടെ നേരെ സാധകന്മാർക്ക് ആസക്തി അഥവാ കൊതി ഉണ്ടാവരുത് എന്ന് ആത്മബോധത്തിൽ ശ്രീ ശങ്കരൻ വ്യക്തമായ ഉപദേശം നൽകുന്നുണ്ട്. ശരിയായ തപസ് പോലും മനഃശുദ്ധിയില്ലെങ്കിൽ വേണ്ടവണ്ണം പ്രയോജനപ്പെടില്ല. ഉദാഹരണമായി
പുരാണങ്ങളിൽ വർണ്ണിച്ചിട്ടുള്ള രാക്ഷസന്മാരുടെയും മറ്റും തപസ്സു നോക്കുക. മനഃശുദ്ധിയില്ലായ്മ കാരണം, അതായത് വിഷയാസക്തി കാരണം തപസ് അവരെ എത്തിച്ചത് പുറത്തേക്ക് തപസ്സിയെന്ന് ഭാവിക്കുകയും അതേസമയം ആന്തരമായി വിഷയധ്യാനം ചെയ്തുകൊണ്ട് ആത്മവീര്യം പാഴാക്കി കളയുകയും ചെയ്യുന്ന കപടയോഗികൾക്ക് ഗീതാചാര്യൻ നൽകിയിരിക്കുന്ന പേര് മിഥ്യാചാരൻ എന്നാണ്. ഇന്ദ്രിയ നിഗ്രഹം കൊണ്ട് മാത്രം പ്രയോജനമില്ലെന്ന് ഇപ്പോൾ വ്യക്തമായല്ലോ. മനസ്സിൽ നിന്ന് ആഗ്രഹങ്ങളെ, വിഷയതൃഷ്ണയെ പിഴുതെറിയണം. അത് ചെയ്യാത്ത പക്ഷം ശാരീരികമായ തപസ്സൊക്കെയും മനഃശ്ലേഷകരമായേ തീരൂ. വിഷയസേവയിലൂടെ ചോർന്നു പോകുമായിരുന്ന ആന്തരവീര്യത്തെ സംഭരിച്ചു നിർത്താൻ ശാരീരിക തപസ്സുകൊണ്ട് കഴിയും. എന്നാൽ പ്രസ്തുത വീര്യത്തെ ക്രിയാത്മകമായി വിനിയോഗിക്കുന്നില്ലെങ്കിൽ തപസ്സു തന്നെ വിനാശകാരിയായ ഒരു ഭീഷണിയായി മാറുകയും ചെയ്യും. മനോവികാരങ്ങളെ നിരോധിക്കുകയല്ല, പവിത്രീകരിക്കുകയാണ് വേണ്ടത്. ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയ നിയന്ത്രണം വഴി ഉള്ളിൽ സംഭരിച്ച് നിർത്തിയ ആന്തരവീര്യത്തെ ആത്മവികാസം നേടുന്നതിനുള്ള ഉത്കൃഷ്ട സാധനകൾ ചെയ്യാൻ വിനിയോഗിക്കണം. വികാരങ്ങളെ ആപത്കരമായ സമ്മർദ്ദത്തെ ഇല്ലായ്മ ചെയ്യാനും അവയെ ശുദ്ധീകരിച്ച് ആത്മശ്രേയസ് ത്വരിതപ്പെടുത്താനും ഇതത്രേ ഉപായം. വികാരങ്ങളെ ബലാത്കരേണ നിരോധിക്കുന്നത് ആപത്താണ്. അവയെ പവിത്രമാക്കി അനുഗ്രഹ ശക്തിയാക്കി മാറ്റണം. സാധകനെ സംബന്ധിച്ചിടത്തോളം അതിൽ കവിഞ്ഞ മറ്റൊരു നേട്ടം ഉണ്ടാവാനില്ല. ഈ ശ്ലോകത്തിൻ്റെ കർത്താവ് ഹസ്താമലകനാണെന്ന് കരുതപ്പെടുന്നു. ഓം തത്സത്. സർവം കൃഷ്ണാർപ്പണം.